ആദ്യം നമുക്ക് 3 ഗ്ലാസ് അരി നമുക്കൊന്ന് കഴുകിയെടുക്കാം. കുക്കറിൽ ജസ്റ്റ് ഒരു ഇപ്പം 2.5 ഗ്ലാസ് എടുക്കുന്നുള്ളൂ. അതെടുത്ത് നമുക്കൊന്ന് 3 വട്ടം ഒന്ന് കഴുകിയെടുക്കാം. ഞാൻ കുക്കറിൽ തന്നെയാണ് ജസ്റ്റ് വെള്ളം ഒഴിച്ച് ഒരു 3 വട്ടം നല്ലതുപോലെ നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഒരു വട്ടം കഴുകി അത് നമുക്ക് ആ കഴുകിയ വെള്ളം നമുക്ക് ഊറ്റിക്കളയാം. ഇങ്ങനെ ഒരു 2 വട്ടം കൂടെ നമുക്ക് കഴുകിയെടുക്കാം. നമ്മൾ 3 വട്ടം കഴുകി. ഇനി ഇതില് നമുക്ക് ഈ അറ്റം വരെ വെള്ളം ആയിട്ട് നമ്മുടെ ഈ ഒരു വിരലിന്റെ വെള്ളം വേണം, എന്നാലേ കുക്കറിൽ നല്ലോണം വേവത്തുള്ളൂ. ഇനിയിപ്പം കുക്കർ ക്ലോസ് ചെയ്യുവാണ്. ഇപ്പൊ അടുപ്പി വെച്ചു, വിസിലിട്ടു. ഞാൻ ഒരു മീഡിയം ഫ്ലെയിമില് ഒരു വിസില് 20 മിനിറ്റ്സ് റെസ്റ്റിന് വേണ്ടി വെക്കുകയാണ്. ആ ടൈമിൽ നമുക്ക് കറിക്ക് വേണ്ടിയ വെജിറ്റബിൾസും ഉള്ളിയും ഒക്കെ നമുക്ക് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 4 ഉള്ളി, കുറച്ച് പച്ചമുളക്, ഒരു അരമുറി തക്കാളി. പച്ചമുളക് 2 കീരാണ് ഇടുന്നത്. ഇത് കുറച്ച് വലുതായത് 2 മുറിച്ചിട്ട് കീറാണ്. ഉണ്ട്, അത് നമുക്ക് റീപോസ് ചെയ്യണം. അത് ഹോം വാട്ടറിൽ നമ്മൾ കുറച്ച് നേരം ഇട്ട് വെച്ച് വെക്കുവാണ്. നല്ല ഐസുണ്ട്. ജസ്റ്റ് ഒന്ന് ഐസൊക്കെ മാറാൻ വേണ്ടി ജസ്റ്റ് ഹോം വാട്ടറിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സിങ്ക് ചെയ്യാൻ വേണ്ടി മാത്രം, ജസ്റ്റ് ഒന്ന് പോസാൻ വേണ്ടി മാത്രം അതിന് നമുക്ക് പീസ് ആക്കിയിട്ട് നമ്മൾ കറിക്ക് വേണ്ടി സെറ്റാക്കുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഒരു 2 മിനിറ്റ് ജസ്റ്റ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് എല്ലാം കൂടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും അണക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി മാത്രം. കുറച്ച് ഉപ്പ്, ജസ്റ്റ് ഒരു പൊടി, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഉള്ളിയും ഇതൊക്കെ അരിഞ്ഞെടുക്കാം.
ഇത് നമുക്ക് സ്മോൾ പീസസ് കട്ട് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്ത ചിക്കൻ പാർട്സും ലിവറെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു തരി മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് 5 മിനിറ്റ് നമുക്ക് ഒരു പാൻ എടുത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ ചൂടാകുമ്പോൾ കുറച്ച് ചെറും ജീരകം, പിന്നെ നമുക്ക് ആവശ്യമുള്ള സ്പൈസസ് ഞാൻ ആഡ് ചെയ്യുന്നത് 2-3 ഏലക്ക, കറി ലീവ്സ്, ഗ്രാമ്പൂ, പറ്റ, സ്റ്റാർ ഇതെല്ലാം ഒന്ന് മൂക്കുന്നവരെ ഇളക്കി സെറ്റാകും. ചെറിയ 2-3 സെക്കൻഡോ അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡ് മതി. അപ്പോഴത്തേക്ക് അത് ഒരു സ്മൂത്ത് ആവും. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളിയൊക്കെ ആഡ് ചെയ്ത് ഒന്ന് ഗോൾഡൻ ടൈം ആവുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ആ ടൈമിൽ നമുക്ക് ആവശ്യമായ പൊടികളൊക്കെ എടുത്ത് സെറ്റായിട്ട് വെക്കാം. ഉള്ളി നല്ലോണം കരിയാതെ ശ്രദ്ധിക്കണം. ജസ്റ്റ് ഒരു ഗോൾഡൻ ഫ്രൈ, മീഡിയം ഫ്രൈ ആ ടൈമിൽ നമുക്ക് നമ്മുടെ പൊടികളും തക്കാളിയും എടുത്ത് ആഡ് ചെയ്യും. അതിന് കൂടെ ഞാൻ കുറച്ചൊരു ബട്ടറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ബട്ടർ നല്ല ടേസ്റ്റാണ്, അതൊരു ഫ്ലേവർ നമുക്ക് എൻഹാൻസ് ചെയ്യും. ഇപ്പം ഉള്ളിയൊക്കെ ഒന്ന് മൊഴിഞ്ഞു വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ചതച്ച് വെച്ച പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കരിവേപ്പിലയും പച്ചമുളകും തക്കാളിയും നമുക്ക് ആവശ്യമുള്ള ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്യാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കൂടുതൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. എനിക്ക് എരിവ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കുരുമുളക് ഞാൻ കൂടുതൽ ചേർക്കുന്നത്. ഞാൻ ഇതൊരു ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല, അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് നമ്മുടെ ആവശ്യമുള്ള ഉപ്പൊക്കെ ആഡ് ചെയ്ത ശേഷം അത് ജസ്റ്റ് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച കട്ട്സ് എല്ലാം നമുക്ക് ആഡ് ചെയ്ത് അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് ലാസ്റ്റിൽ നമുക്ക് തിളച്ച് വരുമ്പോൾ നമുക്ക് മല്ലിയിലയും കൂടെ ഇട്ട് 2 മിനിറ്റ് നമുക്ക് വേവിക്കാം. എല്ലാം റെഡിയായി. ഇപ്പം ഞാൻ നേരത്തെ വെച്ച ചോറും ഞാൻ ഇപ്പം ഉണ്ടാക്കിയ കറിയും കൂടെ സെർവ് ചെയ്യാൻ പോവാണ്. ഇറ്റ്സ് എ സിമ്പിൾ തിങ്.
എവരി വൺ ക്യാൻ ട്രൈ. ഈസിയാണ്, വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്.